18ാം സീസൺ IPL-ൽ കളിക്കാനിറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരത്തിന് ഉണ്ടായിരുന്നുള്ളൂ: ഒരു IPL കിരീടം സ്വന്തമാക്കുക. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലുള്ള ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയുമടക്കം ഷെൽഫിലെത്തിച്ച കോഹ്ലിക്ക് IPL ട്രോഫിയുടെ അഭാവം എന്നും പൊള്ളുന്ന അനുഭവമായിരുന്നു. 18 വർഷത്തോളം നീണ്ട കാത്തിരിപ്പ്. ഒടുക്കം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL കിരീടത്തിൽ കോഹ്ലി മുത്തം ചാർത്തി. കണ്ണീരണിഞ്ഞ് കോഹ്ലി മൈതാനത്ത് മുഖം പൊത്തിയിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങേണ്ടി വന്ന RCB ടീമിന്റെ ടോപ്പ് സ്കോററും കോഹ്ലിയായിരുന്നു. ആക്രമണോത്സുക ബാറ്റിംഗിന് മുതിരാതെ പതിയെ സ്കോർ ഉയർത്തുന്ന സൂപ്പർ താരത്തെയാണ് സ്റ്റേഡിയത്തിൽ കണ്ടത്. കോഹ്ലി ഇതിനിടയിൽ ഒരു റെക്കോർഡും കുറിച്ചു. ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഫോറുകളടിച്ച താരമെന്ന റെക്കോർഡാണ് കോഹ്ലി സ്വന്തമാക്കിയത്. മുൻ താരം ശിഖർ ധവാന്റെ റെക്കോർഡാണ് കോഹ്ലി പഴങ്കഥയാക്കിയത്. ഫൈനലിലെ 4ാം ഓവറിൽ ബൗണ്ടറി നേടിയാണ് കോഹ്ലി ഈ നേട്ടം കരസ്ഥമാക്കിയത്. മത്സരത്തിൽ ആകെ 3 ഫോറുകൾ ഉൾപ്പെടെ 43 റൺസാണ് താരം നേടിയത്. ഒടുക്കം RCB 190 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന് 184 റൺസ് എടുക്കാനേ ആയുള്ളൂ. പഞ്ചാബിനെ 6 റൺസിന് കീഴടക്കി കോഹ്ലിയും സംഘവും കിരീടം സ്വന്തമാക്കി. 18 വർഷമായി IPL-ൽ കളിച്ച കോഹ്ലി 18 സീസണിലും ബംഗളൂരുവിനായി കളിച്ചു. ഇതിനു മുമ്പ് കളിച്ച 3 IPL ഫൈനലുകളിലും തോൽക്കാനായിരുന്നു വിധി. മാത്രമല്ല, RCB-യെ പോലെ താരലേലത്തിൽ ഇത്രയധികം കോടികൾ വാരിയെറിഞ്ഞ് സൂപ്പർ താരങ്ങളെ ടീമിലെത്തിച്ച മറ്റൊരു ഫ്രാഞ്ചൈസിയില്ല. ക്രിസ് ഗെയിലും AB ഡിവില്ലിയേഴ്സും യുവരാജ് സിംഗും ഗ്ലെൻ മാക്സ്വെല്ലും ജാക്ക് ആലിസും ഫാഫ് ഡുപ്ലസിയും കെവിൻ പീറ്റേഴ്സണും ആരോൺ ഫിഞ്ചും ഷെയ്ൻ വാട്സണും ബ്രണ്ടൻ മക്കല്ലോവുമെല്ലാം RCB ജേഴ്സിയിൽ കളിച്ചിട്ടുണ്ട്. ബൌളർമാരുടെ കണക്കെടുത്താൽ മിച്ചൽ സ്റ്റാർക്കും ഡെയിൽ സ്റ്റെയിനും സഹീർ ഖാനും മുത്തയ്യ മുരളീധരനും ഭുവനേശ്വർ കുമാറും മുഹമ്മദ് സിറാജും യുസ്വേന്ദ്ര ചെഹലുമെല്ലാം RCB-ക്കായി വിവിധ സീസണുകളിൽ പന്തെറിഞ്ഞിട്ടുണ്ട്. അതായത് T20 ക്രിക്കറ്റിലെ വമ്പൻ പേരുകളെയെല്ലാം അവർ കളത്തിലിറക്കിയിട്ടുണ്ട്. എന്നിട്ടും കിരീടം ഷെൽഫിലെത്തിക്കാനായില്ല. കോഹ്ലി തന്നെയാണ് ടൂർണമെന്റിന്റെ ചരിത്രത്തിലെ വലിയ റൺവേട്ടക്കാരൻ. അന്താരാഷ്ട്ര T20-ൽ ഒരു സെഞ്ചുറി മാത്രമാണ് കോഹ്ലിയുടെ പേരിലുള്ളത്. എന്നാൽ IPL-ൽ 8 സെഞ്ചുറികൾ അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സീസണിൽ 973 റൺസ് എന്ന റെക്കോർഡും കോഹ്ലിക്ക് മാത്രം സ്വന്തമാണ്. ഓരോ മത്സരത്തിലും ബാറ്റിംഗിലും ഫീൽഡിംഗിലും തന്റെ 100% പുറത്തെടുക്കുന്ന താരം കാത്തിരുന്നതത്രയും ആ കപ്പിനായിരുന്നു. RCB-യെ സംബന്ധിച്ച് 2016-ലെ IPL സീസൺ സ്വപ്ന സമാനമായിരുന്നു. കോഹ്ലി 973 റൺസടിച്ച് റെക്കോർഡിട്ട സീസണിൽ ഡിവില്ലിയേഴ്സും തകർപ്പൻ ഫോമിലായിരുന്നു. ക്രിസ് ഗെയിലും KL രാഹുലും ഷെയ്ൻ വാട്സണുമെല്ലാം കളിക്കാനുണ്ടായിരുന്നിട്ടും ജയിച്ചെന്ന ഘട്ടത്തിൽ നിന്നാണ് ആ വർഷം ഫൈനലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ RCB കളി കൈവിടുന്നത്. പല സീസണുകളിലും ഇത്തരത്തിൽ വലിയ താരനിരയുമായി ഇറങ്ങിയ ടീമിന് നിരാശ തന്നെയായിരുന്നു അവസാനം ബാക്കി. ഇത്തവണ ബാറ്റിംഗിലും ബൌളിംഗിലും RCB പുറത്തെടുക്കുന്ന മികവ് തന്നെയാണ് ആരാധകർക്ക് പ്രതീക്ഷ നൽകിയത്. 9 സീസണിനിടെ ആദ്യമായാണ് അവർ പോയിന്റ് പട്ടികയിൽ ആദ്യ 2 സ്ഥാനങ്ങളിലൊന്നിൽ ഫിനിഷ് ചെയ്യുന്നത്. ഇത്തവണത്തെ RCB ഒരു വൺമാൻ ഷോ അല്ല. ടീം ഒന്നടങ്കം മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഫിൽ സാൾട്ടും ക്യാപ്റ്റൻ രജത് പടിദാറും ജിതേഷ് ശർമ്മയും ടിം ഡേവിഡുമെല്ലാം നിർണായകമായ സംഭാവനകൾ നൽകി. കഴിഞ്ഞ കുറേക്കാലമായി പഴികേട്ട RCB-യുടെ മധ്യനിര ഇത്തവണ മികവ് കാട്ടി. ജോഷ് ഹേസൽവുഡ് നയിക്കുന്ന ബൌളിംഗ് നിരയിൽ ന്യൂബോളിലും ഡെത്ത് ഓവറുകളിലും മികവ് കാട്ടുന്ന ഭുവനേശ്വർ കുമാറും നിർണായക സമയത്ത് ബ്രേക്ക് ത്രൂ സമ്മാനിക്കുന്ന യാഷ് ദയാലും മികച്ചുനിന്നു. സ്പിന്നർമാരായി കൃണാൽ പാണ്ഡ്യയെയും യുവതാരം സുയാഷ് ശർമ്മയെയും മാത്രം തിരഞ്ഞെടുത്ത് ലേലത്തിൽ RCB ഞെട്ടിച്ചിരുന്നു. എന്നാൽ ഈ സ്പിൻ കൂട്ടുകെട്ടാണ് നിരവധി മത്സരങ്ങളിൽ കളിയുടെ ഗതി RCB-ക്ക് അനുകൂലമാക്കിയത്. ഫൈനലിലും കൃണാലിന്റെ മികവ് കണ്ടു. അങ്ങനെ തകർപ്പൻ പ്രകടനം സീസണിലുടനീളം കാഴ്ചവെച്ചാണ് കോഹ്ലിയും സംഘവും കപ്പിൽ മുത്തമിടുന്നത്.